ഈ വൈറലായിട്ടുള്ള മാജിക് സോപ്പ് അഥവാ ഗർ സോപ്പ് പറയുന്നത് അവർ ടാൻ റിമൂവ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല ഈ സോപ്പിന് ടാൻ റിമൂവലിൽ PhD ഉണ്ടെന്നും ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവർ പറയുന്ന ക്ലെയിംസ് ഒക്കെ റിയൽ ആണോ? ഇവരുടെ സോപ്പിന് ഉണ്ടെന്ന് പറയുന്ന PhD ക്ലെയിം, ഈ PhD എന്ന് പറയുന്ന സാധനം ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്. അതൊരു മനുഷ്യനാണ് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരു സോപ്പിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇവരുടെ പ്രൊഡക്റ്റിൽ കൊടുത്തേക്കുന്ന PhDക്ക് വേറെ എന്തോ ഒരു ഫുൾ ഫോം ഉണ്ട്. പക്ഷേ സാധാരണ ആൾക്കാരുടെ മുന്നിലേക്ക് PhD ഇൻ ടാൻ റിമൂവൽ എന്ന് കാണുമ്പോൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള എന്തോ ഒരു മേന്മ ഈ സോപ്പിന് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ലൈൻ മാത്രമാണ് ഈ PhD ഇൻ ടാൻ റിമൂവൽ. ചന്ദനം പോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് 7 ദിവസം യൂസ് ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഇത്. കണ്ടിന്യൂസ് 7 ദിവസം യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലേ? ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പൈസ മേടിച്ചതിന്റെ പണിയെടുക്കാതിരിക്കാൻ പറ്റുമോ ഇൻഫ്ലുവൻസേഴ്സിന്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുങ്കുമപ്പൂവല്ല, ചന്ദനപ്പൂവല്ല, ഗ്ലൂട്ടാത്തയോൺ അല്ല, ഇതേപോലത്തെ എന്തൊക്കെ വലിയ വലിയ പേരുകൾ ഉണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഇതൊരു സോപ്പാണ്. അതായത് ഒരു വാഷ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്ക്. നമ്മുടെ സ്കിന്നിന്റെ അകത്ത് രൂപപ്പെട്ടിട്ടുള്ള ഈ മെലനിൻ എന്ന് പറയുന്ന സാധനം അഥവാ നമ്മൾ പറയുന്ന ടാൻ, ഈ സാധനത്തിന് നമ്മുടെ സ്കിന്നിന്റെ സർഫേസ് ലെയറിൽ വെറുതെ സോപ്പ് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 60 സെക്കൻഡ് ഉപയോഗിച്ചത് കൊണ്ട് ഇതെങ്ങനെയാണ് ഇത് ഇവർ പറയുന്ന പോലെ കഴുകിക്കളയപ്പെടുന്നത്? അതങ്ങനെ ഇവർ പറയുന്ന പോലെ ഫസ്റ്റ് വാഷിലേക്ക് റിസൾട്ട് കാണാൻ ഇതെന്തോ അവിടെ ചെളി മറ്റോ ആണോ? 30 അല്ലെങ്കിൽ 60 സെക്കൻഡ് ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം ആക്ച്വലി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ ചെളി അഴുക്കുണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതേപോലെ തന്നെ സ്വെറ്റ്, ഓയില്, ഡെഡ് സ്കിൻ, ഈ സാധനമൊക്കെ റിമൂവ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൈറ്റ്നസ് ആണ്, അല്ലാതെ ടാൻ റിമൂവൽ അല്ല അവിടെ നടക്കുന്നത്. ഡെർമറ്റോളജി ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള കെമിക്കൽ പീല്, വിറ്റാമിൻ സി, കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചാൽ വരെ നമുക്ക് ആഴ്ചകളോളം എടുക്കും നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഒരു റിസൾട്ട് കാണാൻ വരെ ഈ ടാൻ റിമൂവലിൽ. ഇനി ഇത് ഉപയോഗിച്ച ഒരാളെന്ന നിലയിൽ എന്റെ റിവ്യൂ പറയുവാണെങ്കിൽ ആക്ച്വലി ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞാണ്, ഒരു ഉപയോഗം ഇല്ലാത്ത സോപ്പാണ് ഗൈസ്. സാധാരണ ഒരു ബോഡി വാഷോ സോപ്പോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൈറ്റ്നസ് ഇല്ലേ, അതായത് നമ്മുടെ ഡെഡ് സ്കിൻസും അഴുക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൈറ്റ്നസ് ഒഴിച്ചാൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ഒടുക്കത്തെ സ്മെല്ലാണ്, നല്ല കിടിലൻ സ്മെല്ലാണ് ഗൈസ്. ബട്ട് ആ സ്മെല്ലിന്റെ കേസിൽ ഇത്രയും നാൾ റിവ്യൂ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല അത് റിയൽ ആയിട്ടുള്ള സ്മെല്ലാണ്, അത് ആഡഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അമ്മാതിരി സ്മെല്ലാണ്. നാച്ചുറൽ പ്രൊഡക്റ്റിനെ ഇവർ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇമ്മാതിരി സ്മെല്ല് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീസെന്റ് ഒരു ഡെർമറ്റോളജിസ്റ്റ് അവരുടെ വീഡിയോയിൽ അതിന്റെ pH കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ എനിക്ക് തോന്നിയത് ഇത് മാജിക് സോപ്പ് അല്ല, ഇത് മാർക്കറ്റിംഗ് സോപ്പാണ്. കാരണം ഗറിന്റെ ഈ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുള്ളതാണ്. അവരെ ടാൻ റിമൂവ് ചെയ്യുന്ന കള്ളത്തരങ്ങൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വിട്ടു. ആ കള്ളത്തരം പറയുന്നതിൽ ഒരു കുഴപ്പമില്ലാത്ത പൈസ മേടിച്ചിട്ടുള്ള ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിന് മാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഈ സോപ്പിന് റിയാലിറ്റിയിൽ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി ഡെർമറ്റോളജി ക്ലിനിക്സിൽ എന്തിനാണ് ഈ ടാൻ റിമൂവൽ ട്രീറ്റ്മെന്റ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ്സ്, കെമിക്കൽ പീൽസ് ഇതൊക്കെ വെച്ചേക്കുന്നത്? ഈ ഒരു 100 രൂപയുടെ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ സലീം കുമാർ കല്യാണരാമിൽ കുടിക്കുന്ന പോലെ ഒറ്റ കുടിയാൻ കുടിച്ചാൽ പോലെ ടാൻ മൊത്തം അങ്ങ് പോയില്ലേ? ഡെർമറ്റോളജിസ്റ്റുമാരൊക്കെ ടാൻ റിമൂവലിന്റെ സാധനങ്ങളൊക്കെ അടച്ചു കൂട്ടി പോകേണ്ട സമയമായി ഇപ്പം. ഈ സാധനം ടാൻ റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ക്രിയേറ്റേഴ്സിനോടും ഒത്തിരി നന്ദി. നല്ലത് വരട്ടെ.